ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനോയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ദിനങ്ങളിൽ ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും. നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്ത കർത്താവിനെ നിങ്ങൾ സ്തുതിക്കും. കർത്താവ് ജനത്തിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. വലിയൊരു വാഗ്ദാനത്തിൻ്റെ വാക്കാണ്, നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ, ആത്മാവിൻ്റെ നിറവിലേക്ക് നമ്മൾ വ്യാപരിച്ച് കടന്നു പോകുമ്പോൾ, ദൈവം ഒരു വ്യക്തിയുമായുള്ള തൻ്റെ ഉടമ്പടി സ്ഥിരീകരിക്കുന്നതിൽ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ കൃപ ഒരു വ്യക്തിയിലേക്ക് ചൊരിയപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും എല്ലാം, സാമ്പത്തിക മേഖലയിലും ഒക്കെ ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ സമൃദ്ധിയും നമുക്ക് ദൈവം നൽകും. അതുകൊണ്ടാണല്ലോ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ആനയിക്കുമെന്ന്. അപ്പോൾ ദൈവം നൽകുന്ന ആ വലിയ വാഗ്ദാനമാണ് ഇന്ന് ജോയൽ 2:26 നമ്മൾ വായിച്ചു കേൾക്കുക. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും. കർത്താവിൻ്റെ വചനമാണ്. വീണ്ടും പറയുകയാണ്, തങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്ത കർത്താവിനെ നിങ്ങൾ സ്തുതിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വലിയ കൃപ, എന്നിട്ടോ തൻ്റെ ജനത്തിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയും, ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ ലജ്ജിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയിലേക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ആത്മനിറവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം.